ക്രിസ്തീയ സോദരി 2025 സെപ്റ്റംബർ ഒക്ടോബർ ലക്കം ഓഡിയോ വേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. എഡിറ്റോറിയൽ. പ്രതികൂലങ്ങളിൽ തളരരുത്. എഴുതിയത് ലൗലി ജോർജ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ഉറപ്പും ധൈര്യവുമാണ് ഈ വാക്യത്തിൽ പ്രകടമാകുന്നത്. ഒരിക്കൽ കർത്താവും തൻ്റെ ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുമ്പോൾ കടലിൽ ചുഴലിക്കാറ്റുണ്ടാവുകയും കാറ്റ് നിമിത്തം പടകുലയുകയും തിര തള്ളിക്കയറുകയും ചെയ്യുമ്പോൾ ശിഷ്യന്മാർ ഭയന്ന് നിലവിളിച്ചു. അത്രയും പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിൽ നിലവിളിയുണ്ടായത് സ്വാഭാവികം. യേശു ആ പടകിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ശിഷ്യന്മാർ നിലവിളിച്ച് ചോദിച്ചു. അവിടുന്ന് എഴുന്നേറ്റ് കാറ്റിനോട് അടങ്ങാൻ പറഞ്ഞു. കടലിനെ അതിൻ്റെ നിലയ്ക്ക് നിർത്തി. ഗുരു എഴുന്നേറ്റ് പ്രകൃതിയോട് കൽപ്പിച്ചപ്പോൾ അതുവരെ ഭീതിജനകമായ ഒരു വലിയ വിഷയത്തിന് പരിഹാരം വന്നു. ഗുരു നമ്മുടെ അമരത്ത് തന്നെയുണ്ട്. അവിടുന്ന് നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇക്കഴിഞ്ഞ ചില മാസങ്ങളായി ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ നാടിനെയും സമൂഹത്തെയും പിന്തുടരുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ, കടൽ ദുരന്തങ്ങൾ, വിമാന ദുരന്തങ്ങൾ തുടങ്ങി മനുഷ്യരുള്ള എല്ലായിടത്തും പ്രതിസന്ധികളാണ്. വ്യക്തിപരമായി പല കാരണങ്ങൾ കൊണ്ടും ദുരിതം അനുഭവിക്കുന്നവരും കുറവല്ല. എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് വിചാരിച്ച് ജീവിതം വെറുതെ പാഴാക്കി കളയുന്നവരുമുണ്ട്. പ്രശ്നങ്ങൾ ഒന്നിൻ്റെയും പരിഹാരമല്ല. പ്രശ്നങ്ങളെ അതിജീവിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. പ്രശ്നങ്ങളിൽ നിന്നും ആരും ഒഴിവുള്ളവരല്ല. എല്ലാ മനുഷ്യരും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ്. തികച്ചും അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലാണ് ഇരുണ്ടുമൂടിയ കാർമേഘങ്ങൾ പേമാരിയായി പെയ്തിറങ്ങുന്നത്. ദുരിതപ്പെരുമഴയിൽ പട്ടുപോകുന്ന ജീവിതങ്ങളും ഏറെയാണ്. ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് മറ്റൊന്ന് അനുവാദമില്ലാതെ കയറി വരുന്നത്. ആശങ്കയ്ക്കപ്പുറം ആഘാതവും ഉണ്ടാക്കുന്ന വിധം സങ്കീർണമാണ് പല പ്രശ്നങ്ങളും. നാം നേരിടുന്ന ഓരോ പ്രശ്നങ്ങളിലെയും ദൈവിക ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ലാസറിൻ്റെ മരണവും യേശു ലാസറിനെ ഉയർപ്പിച്ചതും ദൈവപുത്രൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിനു വേണ്ടിയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം വാക്യം. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീനെന്ന് അപ്പോസ്തലനായ പൗലോസും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിചാരത്തോടെ ഓരോ പ്രശ്നത്തെയും ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ആ ദൈവിക ഉദ്ദേശം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ. പ്രശ്നങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്നും അവിടുത്തെ സ്നേഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കരുത്. പിറുപിറുക്കാതെ, ദൈവത്തെ ചോദ്യം ചെയ്യാതെ, ദൈവകൃപയോടെ അത് നേരിടുമ്പോൾ നാം കൂടുതൽ കരുത്തുള്ളവരായി മാറും. ദൈവമഹത്വം നമ്മിലും വെളിപ്പെടണം. പ്രതികൂലങ്ങളിൽ സാന്ത്വനമേകുന്ന ചില വിചാരങ്ങളും ഒപ്പം ധീരനായ മിഷണറി C.T. സ്റ്റഡിൻ്റെ ജീവിത ചരിത്രവുമാണ് ഉൾത്താളുകളിൽ. ലോകവ്യവസ്ഥയും ദൈവവചനവും. എഴുതിയത് അക്സ ആൻ നെൽസൺ. മൂർച്ചയേറും ഈർച്ചവാളിനേക്കാൾ ശക്തി വഹിക്കുന്ന ഈ പേന എഴുത്തുകാർ തൻ മുഖ്യ ആയുധം. എ പെൻ ഈസ് മൈറ്റിയർ ദാൻ ഹിസ് വേർഡ്. അക്ഷരങ്ങളുടെ മാഹാത്മ്യത്തെപ്പറ്റി, അവയുടെ സ്വാധീന കലയെപ്പറ്റി ഈ ഉദ്ധരണി വിളിച്ചോതുന്നു എന്നത് സത്യം തന്നെ. അതേസമയം ഇത് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യജീവിതങ്ങളെ കീഴടക്കുവാൻ, കീഴ്മേൽ മറിക്കുവാൻ അക്ഷരങ്ങൾ കൈവശമാക്കിയിട്ടുള്ള ഒരു ആകർഷണ ശക്തിയെപ്പറ്റി. വായനയുടെയും അറിവിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും എല്ലാം ലോകം അന്തരംഗത്തിൽ സൃഷ്ടിക്കുന്ന കോളിളക്കത്തെപ്പറ്റി പറയാതെ വയ്യ. അറിവിൻ്റെ പാതയിൽ കൂടെ കൂടുന്ന ചില മുഖംമൂടികളുണ്ട്. ജീവിതത്തിൽ വെളിച്ചം വീശുവാൻ പര്യാപ്തമായ അറിവുകൾ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന, ഉള്ളിൽ പൊള്ളത്തരങ്ങളും കെട്ടുകഥകളും മാത്രം അടിഞ്ഞുകൂടിയിട്ടുള്ള ചില തത്വചിന്തകൾ. അവയുടെ യാഥാർത്ഥ്യങ്ങൾ നാം അറിയേണ്ടതുണ്ട്. മാറുന്ന ലോകത്തിന്റെ വീക്ഷണങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ മൗഢ്യ അറിവുകൾ വിശ്വാസ സമൂഹത്തെ, പ്രത്യേകിച്ചും വിശ്വാസികളായ വിദ്യാർത്ഥികളെ എങ്ങനെയെല്ലാം ദോഷകരമായി ബാധിക്കുന്നു എന്നും വിശകലനം ചെയ്യണം. ശാസ്ത്രം, സാഹിത്യം, ചരിത്രം തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന അനേക ആന്തരിക ശത്രുക്കളുണ്ട്.
അധികമാരും കൃത്യമായി മനസ്സിലാക്കാത്ത ജീവിത സത്യങ്ങളെ പുസ്തകങ്ങളിലൂടെ സ്വാംശീകരിക്കുന്നതിനോടൊപ്പം തന്നെ ചില ചിന്താക്കുഴപ്പങ്ങളും ഇവരോടൊപ്പം കൂടുന്നു. പ്രധാനമായും അവ വേദപുസ്തക സത്യങ്ങളെയും ഉപദേശങ്ങളെയും കാറ്റിൽ പറത്തുന്ന ലൗകിക തത്വങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ചില സിദ്ധാന്തങ്ങളിലൂടെയാണ് വരുന്നത്. പുറമെ ഇവ വെള്ളത്തേച്ച ശവക്കല്ലറുകളെ പോലെ മനോഹരങ്ങളാണ്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നവയാണ്. വിദ്യാർത്ഥികളെ ഹഠാത് ആകർഷിക്കുന്ന ഒരു തത്വചിന്ത വ്യവസ്ഥയാണ് മാനവികത, ഹ്യൂമനിസം. മനുഷ്യ സ്വഭാവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതും ഒറ്റ നോട്ടത്തിൽ അത്രയേറെ നല്ലതെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ തത്വശാസ്ത്രം. മനുഷ്യാവകാശങ്ങളെ മാനിക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, മറ്റാരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നിങ്ങനെ ബൈബിളിൽ നിന്നും കടമെടുത്ത ചില നല്ല മൂല്യങ്ങൾ ഇതിലുണ്ട്. എന്നാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ചതി എന്നത് ദൈവികമോ അമാനുഷികമായ കാര്യങ്ങളെക്കാൾ മനുഷ്യർക്കിത് മുഖ്യ പ്രാധാന്യം നൽകുന്നു എന്നതാണ്. ഒരു മാനവികനെ സംബന്ധിച്ച് മനുഷ്യനാണ് എല്ലാറ്റിൻ്റെയും ആത്യന്തിക അളവുകൾ. ഈ തത്വചിന്തയെ ഒന്ന് അടിമുടി വിശകലനം ചെയ്താൽ മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. ജഡീകത്വത്തെ, സ്വയ ഉയർച്ചയെ ഇത് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു വിശ്വാസിയെ ക്രമേണ നശിപ്പിക്കാൻ ഇതിൽ പരം എന്ത് വിഷം വേണം? പ്രകൃതിവാദം, നാച്ചുറലിസം, ഭൗതികവാദം, മെറ്റീരിയലിസം എന്നീ ചിന്താവ്യവസ്ഥ എല്ലാം മാനവികതയുടെ ചങ്ങാതിമാരാണ്. മനുഷ്യനെ ചിന്താക്കുഴപ്പത്തിന്റെ പാരമ്യത്തിലെത്തിക്കുന്ന ഇണക്കുരുവികളെ പോലെയുള്ള രണ്ട് തത്വചിന്തകൾ വേറെയുമുണ്ട്. അസ്തിത്വവാദവും എക്സ്റ്റൻഷ്യലിസം, അസംബന്ധവാദവും ആബ്സഡിസം. ആൽബർട്ട് ക്യാമസ്, ജോൺ പോൾ സാറ്റർ എന്നിങ്ങനെയുള്ള നിരീശ്വരവാദികളാണ് ഇതിന് പിന്നിലുള്ള സൂത്രധാരന്മാർ. പ്രധാനമായും ലോകമഹായുദ്ധങ്ങളുടെ സമയത്ത് ജീവിച്ചിരുന്ന ഇവരെ യുദ്ധത്തിന്റെ കെടുതികൾ മനമടുപ്പിച്ചപ്പോൾ ഉരുത്തിരിഞ്ഞ ചിന്താഗതികളാണിവ. ഇവയുടെ പ്രധാന വാദം എന്നത് ദൈവമില്ല എന്നുള്ളതും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവത്തിന്റെയും പിന്നിൽ യാതൊരു അർത്ഥമോ ഉദ്ദേശമോ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഇവ മനുഷ്യനെ ഒടുക്കം കൊണ്ടെത്തിക്കുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാനസിക വ്യഥയിലാണ്. ബലഹീനനായ ഒരു വിശ്വാസി ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ പോകുമ്പോഴാണ് ഈ തത്വചിന്തയെ കണ്ടുമുട്ടുന്നതെങ്കിൽ അവയുമായി രമ്യതയിലെത്തും എന്നതും ഒരു പക്ഷേ നിരീശ്വരവാദത്തിലേക്ക് തന്നെ വഴിതിരിഞ്ഞു പോകും എന്നതും ഉറപ്പാണ്. പഠന തൽപരയും ദൈവഭക്തയുമായ ഒരു വിദ്യാർത്ഥി ഈ സിദ്ധാന്തങ്ങളുടെ ലോകത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്ന മാത്രയിൽ അവയുടെ മുഖമൂടികൾ അഴിഞ്ഞു വീഴുകയായി. പിന്നീട് അങ്ങോട്ട് വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളും ആന്തരിക വടംവലികളും ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. ദൈവകൃപയിൽ പൂർണ്ണമായും ആശ്രയിച്ച് ഇവയെ ധൈര്യത്തോടെ നേരിട്ടില്ലെങ്കിൽ രക്ഷകനിൽ നിന്നും പൂർണ്ണമായും തന്നെ അകറ്റുവാൻ കഴിവുള്ള മാരകായുധങ്ങളാണിവ. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഇന്ന് ആത്മീയ ഗോളത്തിൽ സുലഭമായി കൊണ്ടിരിക്കുന്നു. ഇനി ഇവയ്ക്ക് പിടികൊടുക്കാതിരിക്കാനും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുവാനുമുള്ള ചില നിർദ്ദേശങ്ങൾ നാം അറിഞ്ഞിരിക്കണം. പ്രധാനമായും ഇവയെ ലോകത്തിന്റെ ചിന്താഗതി എന്ന നിലയിൽ തന്നെ കാണണം. നല്ല നല്ല ചിന്തകൾ ഇവയിൽ കാണുമായിരിക്കും. ഫെമിനിസം പോലെയുള്ള തത്വചിന്തകളിൽ ദൈവവചനം അനുശാസിക്കുന്ന രീതിയിലുള്ള സ്ത്രീകളെ അടിച്ചമർത്താതിരിക്കുക, തക്ക ബഹുമാനം കൊടുപ്പിൻ, 1 പത്രോസ് 3:7 എന്നിങ്ങനെയുള്ള ഉചിതമായ ചിന്തകളുണ്ട്. പുരുഷനും സ്ത്രീയും ഉൾപ്പെടുന്ന പാപങ്ങളിൽ സ്ത്രീയെ മാത്രം തെറ്റുകാരായി ചിത്രീകരിക്കുന്നതിനെതിരെയും പ്രതിവാദിക്കുന്നു, യോഹന്നാൻ 8:7. എന്നാൽ അധികവും വേദപുസ്തകത്തിന്റെ അടിസ്ഥാന സത്യങ്ങളിൽ നിന്നും നമ്മെ അകറ്റുന്നവയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കേണ്ടതിന് അനിവാര്യമായ ചിന്താഗതികളാണ് ഇവ എന്ന മുൻവിധികളിലേക്കെത്തി അവയെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താതിരിക്കുക. പൊതുവെ അങ്ങനെ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇവ ലോകത്തിൻ്റെതാണെന്ന് ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടാവുക. ആ ബോധ്യം വളരെ ഗുണം ചെയ്യും. നമ്മുടെ വിശ്വാസത്തിൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാന സത്യങ്ങളിൽ വളരെ ശക്തവും ഉറച്ചതുമായ അടിത്തറ ഉണ്ടാവുക എന്നത് അതിപ്രധാനമാണ്. അങ്ങനെയൊന്നില്ലാത്തപ്പോഴാണ് ഇവയുടെ ആക്രമണത്തിന് നാം ഇരകളാകുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം എന്നത് ദൈവവുമായിട്ടുള്ള നിരന്തര സമ്പർക്കമാണ്. വ്യക്തിപരമായുള്ള ബന്ധം, പ്രാർത്ഥന, ദൈവവചന ധ്യാനം, ദൈവവചന പഠനം കൂടാതെ സഭയുടെ ശുശ്രൂഷകളിൽ പങ്കാളിയാകുന്നതും ഏറെ പ്രയോജനം ചെയ്യും. ഓർക്കുക, ഇവയുമായുള്ള പോരാട്ടത്തിൽ വിജയമാണ് ലക്ഷ്യമെങ്കിൽ ദൈവകൃപ കൂടിയേ തീരും. നമ്മുടെ ബുദ്ധിയിലും അറിവുകളിലും ആശ്രയിച്ചാൽ തോൽവിയായിരിക്കും ഫലം.
സകലത്തിനും മതിയാകുന്നവനാകണമെങ്കിൽ ശക്തനായവനെ ആശ്രയിച്ചേ മതിയാകൂ. ആയതിനാൽ സർവജ്ഞാനി പകരുന്ന വെളിച്ചത്താൽ അകക്കണ്ണുകൾ പുതുക്കം പ്രാപിച്ച് ഇങ്ങനെയുള്ള ആന്തരിക വൈരികളിന്മേൽ ദൈവകൃപയാൽ നാം ജയം വരിക്കണം. വീക്ഷണം: തൊങ്ങൽ തൊട്ട വിരൽ തുമ്പുകൾ. എഴുതിയത് ഷൈനി അഭിലാഷ്. മനുഷ്യന്റെ ഏറ്റവും പ്രധാന ആവശ്യം ആഹാരവും വസ്ത്രവും വീടും ഒന്നുമല്ല, അതൊരു സ്പർശനമാണ് എന്ന് തോന്നാറുണ്ട്. ഒരു വ്യക്തി സ്വീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ പ്രകടമായ ഭാഷയാണ് സ്പർശനം. പിറന്നു വീഴുന്ന ഉടനെ കുഞ്ഞ് വാവിട്ട് കരയുന്നത് വിശന്നിട്ട് മാത്രമല്ല, ഈ ജീവിതപാതയിലെ ചൂടുള്ള ഓരോ സ്പർശനത്തിനും വേണ്ടിയാണ്. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിശപ്പാണ് സ്പർശനമെന്ന്. ഒരിക്കലും പുനഃസൃഷ്ടിക്കാൻ കഴിയാത്ത ചില മാന്ത്രിക സ്പർശനം ചിലരുടെയെങ്കിലും ജീവിതത്തിലുണ്ടാകും. ഒരുപക്ഷെ പിന്നീടുള്ള ജീവിതകാലം ഇതിൻ്റെ ഒരു ഓർമ്മയിലാകും ജീവിക്കുക. അതൊരു പക്ഷേ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നിടത്തു നിന്നുള്ള ഒരു പിൻവിളിയാകാം. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരുവൾ അതിൽ നിന്നും ഒരു മോചനം കിട്ടാൻ അവളുടെ സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ചു. പോകാവുന്നിടത്തൊക്കെ പോയി, ചെയ്യാവുന്നതൊക്കെ ചെയ്തു. അവൾക്ക് സൗഖ്യം ലഭിച്ചില്ല. പഴയ നിയമ ആചാരമനുസരിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളെ ആരും സ്പർശിച്ചുകൂടാത്ത ചില ദിവസങ്ങളുണ്ട്. കാരണം ന്യായപ്രമാണത്തിൽ രക്തസ്രാവമുള്ളൊരു സ്ത്രീ അശുദ്ധയായിരിക്കണം എന്നാണ് നിയമം. ലേവ്യ പുസ്തകം 15-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഈ സ്ത്രീയും അങ്ങനെ തന്നെ ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവാം. ഒരു ശാരീരിക പ്രതിഭാസത്തിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴും ചില മാറ്റി നിർത്തലുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന സ്ത്രീ സമൂഹം. ശാരീരിക പ്രതിഭാസം എന്നതിനേക്കാൾ ദീർഘവർഷത്തെ രോഗാതുരമായ അവസ്ഥയിലേക്കാണ് അവൾ ചെന്നെത്തിയത്. അതുകൊണ്ട് തന്നെ വർഷങ്ങളുടെ പഴക്കം അവളെയും അവളുടെ വയ്യായ്മകളെയും വളരെയധികം ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. അവനെക്കുറിച്ച് അവളും കേട്ടു. അവിടുന്ന് മനസ്സലിവുള്ളവനാണെന്ന്, അവിടുന്ന് തൊട്ടാൽ സൗഖ്യം ലഭിക്കുമെന്നും അവൾ അറിഞ്ഞു. കേട്ടറിവിൽ നിന്നും ഉൾക്കൊണ്ട വിശ്വാസത്തിൻ്റെ ഉറപ്പുമായി അവൾ അവൻ്റെ അരികിലേക്ക് എത്തുവാൻ ശ്രമിക്കുകയാണ്. അവിടുന്ന് എന്നെയും ഒന്ന് തൊട്ടിരുന്നു എങ്കിലെന്ന ആശയോടെ അവൻ്റെ അരികിലേക്ക് അവൾ ഓടി. തിരക്കുകൾ അവളെ ഭയപ്പെടുത്തിയില്ല. സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവൾ സകല ധൈര്യവും സംഭരിച്ച് അവളെ ഒറ്റപ്പെടുത്തിയ ജനസമൂഹത്തിൻ്റെ മധ്യത്തിലൂടെ തന്നെ സൗഖ്യമാക്കുവാൻ ശക്തിയുള്ളവൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. 12 വർഷത്തെ അവളുടെ കാത്തിരിപ്പിന് അവസാനം വന്നിരിക്കുന്നു. ഈ രക്തസ്രാവക്കാരിയെ സംബന്ധിച്ച് വാർന്നൊഴുകുന്ന രക്തം മാത്രമല്ല അവളുടെ പ്രശ്നം. അവൾ ഒരു സ്വീകാര്യത ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു സ്പർശനം അവൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ഇക്കാലമത്രയും ഇവളിതെങ്ങനെ സഹിച്ചു എന്നത് ചിന്തകൾക്കപ്പുറമാണ്. ശാരീരിക ബുദ്ധിമുട്ടും സാമൂഹികമായ പിന്തള്ളലും ഒറ്റപ്പെടുത്തലും സഹനത്തിൻ്റെ നെല്ലിപ്പലകയിൽ എത്തിച്ചു എന്ന് വേണം കരുതാൻ. ഡു ഓർ ഡൈ എന്ന ഒരു തത്വം ഇവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണവൾ. ഒന്നുകിൽ നിനക്ക് അവനിലേക്കെത്താം, അല്ലെങ്കിൽ ഇതിൽ മരിക്കാം. ആദ്യത്തെ തെരഞ്ഞെടുപ്പിലേക്ക് അവളെ കൊണ്ടെത്തിച്ചത് സമൂഹത്തിൽ അവൾക്കൊരു സ്വീകാര്യത വേണം എന്ന അവളുടെ ഉറച്ച തീരുമാനത്തിൽ നിന്നാവണം. എത്രയൊക്കെ പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും ഒരുവൾ ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ ചെയ്തിരിക്കും. കാരണം അവൾക്ക് 12 വർഷത്തെ വേദനയുടെ അനുഭവങ്ങളുണ്ട്. തിക്കിത്തിരക്കുന്ന ജനമധ്യത്തിൽ അവൾ അവനെ കണ്ടു. കണ്ട മാത്രയിൽ സകല വിലക്കുകളെയും ലംഘിച്ച് അവൾ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. തൊട്ട നിമിഷം തന്നെ അവൾ സൗഖ്യമായി. ചില സ്പർശനം ത്വക്കിന് മുകളിലൂടെ മാത്രമായി പോകുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഉള്ളു തൊടുന്ന ചില സ്പർശനമുണ്ട്, അതിന് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും. അവൾ തൊട്ട അതേ നിമിഷത്തിൽ തന്നെ ഒരു അദൃശ്യ സാന്നിധ്യം അവളെയും തൊട്ടു. തിക്കിത്തിരക്കുന്നതിനിടയിൽ എന്നെ തൊട്ടതാര് എന്ന് അവിടുന്ന് ചോദിക്കുമ്പോൾ ശിഷ്യഗണം അത്ഭുതപ്പെട്ടുപോയി. എന്തൊരു വിവരക്കേടാണിത് എന്നാണ് അവർ ആലോചിച്ചത്. എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഗുരു പറയുമ്പോൾ അവർക്ക് എങ്ങനെ നിഷേധിക്കാനാവും? ഭയത്തോടെ അവൻ അരികിലേക്കെത്തിയ അവൾ നടന്ന സംഭവങ്ങളെല്ലാം ഗുരുവിനോട് തുറന്നു പറഞ്ഞു. മകളെ, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്ക എന്ന യേശുവിൻ്റെ വാക്കുകൾ ഇത്ര നാളും ഒറ്റപ്പെടുത്തിയ സമൂഹത്തിൻ്റെ മുമ്പിൽ അവൾക്ക് ലഭിച്ച സ്വീകാര്യത കൂടെയായിരുന്നു.
ഒരു സ്പർശനം കൊണ്ട് നേടിയെടുത്ത സ്വീകാര്യത. ആർക്കും ഏതവസ്ഥയിൽ നിന്നും ജീവിതം തിരിച്ചു പിടിക്കാവുന്നതേയുള്ളൂ. എന്തിൽ നിന്നും ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുവാനുള്ള തീരുമാനം മാത്രമേ വേണ്ടൂ. ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് പോയി വാങ്ങണം ആ ശക്തി പുറപ്പെടുന്ന സ്നേഹം. നാം ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ നിരാശയുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതിൽ തുടരണോ വേണ്ടയോ എന്നത് ഓരോ വ്യക്തിയുടെയും തീരുമാനമാണ്. ഒരു സ്നേഹസ്പർശമായി കൂടെ നിൽക്കുന്ന അവൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം, ഉള്ളു തൊടുന്ന സ്പർശനം ലഭിക്കുന്നതുവരെയും. മാനസിക ക്ഷേമം, ബന്ധങ്ങളും മാനസികാരോഗ്യവും മെച്ചപ്പെടുത്താം. എഴുതിയത് സോന ജിതിൻ. വിവാഹം, സൗഹൃദം, കുടുംബം എന്നിവയെപ്പോലെ അടുപ്പമുള്ള ബന്ധങ്ങൾ മനുഷ്യജീവിതത്തിൽ അത്യന്താപേക്ഷിതവും സന്തോഷം നൽകുന്നവയുമാണ്. എന്നാൽ ഈ ബന്ധങ്ങൾ ചിലപ്പോഴൊക്കെ മാനസിക സമ്മർദ്ദത്തിൻ്റെയും വ്യാകുലതയുടെയും പ്രധാന സ്രോതസ്സാകാറുണ്ട്. നല്ല ബന്ധങ്ങൾ എങ്ങനെയുള്ളവയാണെന്നും അതെങ്ങനെ നിലനിർത്താമെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ബന്ധങ്ങൾ മൂലമുണ്ടാകുന്ന ആകുലതകൾ, ഉത്കണ്ഠകൾ വളരെയധികമാണ്. അതിതീവ്രമായ ബന്ധങ്ങൾ ആത്മബന്ധം സന്തോഷം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അസൂയയും ആശങ്കയും ഉണ്ടാക്കാറുണ്ട്. ഇതിനെ പാരഡോക്സ് ഓഫ് ക്ലോസ് റിലേഷൻഷിപ്സ് എന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു. 1. ഉത്കണ്ഠകൾ കുറയ്ക്കുവാൻ ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആശയവിനിമയം നടത്തുക, കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതെത്രമാത്രം പ്രയോജനമാകുന്നുണ്ടെന്ന് ചിന്തിക്കുക. സൗമ്യമായ സംസാരവും മറ്റുള്ളവരെ ശ്രവിക്കാനും ഒപ്പം അത് ഗ്രഹിക്കുവാനുള്ള കഴിവ് വളർത്തിയെടുക്കുക. കൃത്യമായ ആശയവിനിമയം വരുത്തുന്ന മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. കൺസ്ട്രക്റ്റീവ് കോപ്പിംഗ് മെക്കാനിസം. നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കാവുന്ന നെഗറ്റീവ് ചിന്തകളെ നിയന്ത്രിക്കുവാനും അതുമൂലമുണ്ടാകുന്ന ആക്രോശത്തെയും നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയണം. ധ്യാനം, പ്രാർത്ഥന, മെഡിറ്റേഷൻ പോലെയുള്ള മാർഗങ്ങൾ ഉപയോഗിക്കാം. പ്രശ്നപരിഹാര ചർച്ചകൾ ബുദ്ധിപൂർവം നടത്തുക. അന്യോന്യം വിട്ടുവീഴ്ചയും കൂട്ടായ ശ്രമവുമാണ് പ്രശ്നപരിഹാരത്തിൽ അനുയോജ്യം. പരസ്പര ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കുക. മത്സരബുദ്ധിയും താല്പര്യമില്ലാത്ത മനോഭാവവും മാനസിക സമ്മർദ്ദം കൂടുവാൻ കാരണമാകുന്നു. പരസ്പര സഹകരണവും പിന്തുണയും ഉറപ്പാക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കും. സ്വന്തം അറ്റാച്ച്മെന്റ് സ്റ്റൈൽ തിരിച്ചറിയുക. ഉത്കണ്ഠകൾ ഉള്ളവർ സുരക്ഷിതമായ ബന്ധങ്ങൾ കണ്ടെത്താൻ കഴിയണം. 2. നിലനിൽക്കുന്ന നല്ല ബന്ധങ്ങൾക്കായി ആളുകളെ എങ്ങനെ തിരഞ്ഞെടുക്കാം? പഠനങ്ങൾ നല്ല ബന്ധങ്ങൾ നിലനിൽക്കാൻ സഹായിക്കുന്ന ചില വ്യക്തിത്വ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മോട് സാമ്യമുള്ള താല്പര്യങ്ങളും മൂല്യങ്ങളും ഉള്ളവർ. ഉദ്ദേശങ്ങൾ, കാഴ്ചപ്പാടുകൾ, ജീവിതശൈലി എന്നിവ സമാനമാണെങ്കിൽ ബന്ധം ദീർഘകാലം നിലനിൽക്കാൻ സാധ്യത കൂടുതലാണ്. വിശ്വാസവും നിഷ്ഠയും. ഹാൾ എന്ന ഗവേഷകൻ പറയുന്നത് പോലെ പരസ്പര വിശ്വാസം സൗഹൃദത്തിൻ്റെ അടിസ്ഥാനമാണ്. വൈകാരികമായ കരുതൽ. പ്രശ്ന സമയങ്ങളിൽ പിന്തുണ നൽകുന്നവരാണ് നല്ല സുഹൃത്തുക്കൾ. ദയയും കനിവും. ഇവ വസ്തുസമ്പത്തുകൾക്കോ ആകർഷണത്തിനോ മുകളിലാണ്. സ്ഥിരതയുള്ള ബന്ധങ്ങൾക്ക് ഇത് നിർണായകമാണ്. സുഹൃത്ത് ബന്ധങ്ങളിൽ വസ്തുവകകൾക്ക് ചെറിയ സ്ഥാനമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക. 3. ബന്ധങ്ങൾ എങ്ങനെ നിലനിർത്താം? ആരോഗ്യപരവും സുസ്ഥിരവുമായ ബന്ധങ്ങൾ നിലനിർത്താൻ മെയിൻ്റനൻസ് ബിഹേവിയേഴ്സ് ഉപയോഗിക്കുക. സ്നേഹം പ്രകടിപ്പിക്കുവാനും ഒന്നിച്ച് സമയം ചെലവഴിക്കുവാനും ഒരുമിച്ചിരുന്ന് പ്രശ്നപരിഹാരങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. ലാഭനഷ്ടം ഉൾക്കൊള്ളുവാൻ തയ്യാറാവുക. ഇന്റർ ഡിപ്പെൻഡൻസ് തിയറി അനുസരിച്ച് ഓരോ വ്യക്തികളും ബന്ധങ്ങളുടെ ലാഭനഷ്ടം നിരീക്ഷിക്കുന്നവർ ആണ്. നഷ്ടങ്ങളാണ് കൂടുതലെങ്കിൽ അത് നിരാശയിലേക്ക് നയിക്കും. എന്നാൽ അത് ഉൾക്കൊള്ളുവാനുള്ള മനോഭാവം ഈ സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കും. ആത്മവിശ്വാസത്തോടെ ഇൻറ്റിമസി വികസിപ്പിക്കുക. വ്യക്തിപരമായ കാര്യങ്ങൾ ക്രമാതീതമായി പങ്കുവയ്ക്കുന്നത് ബന്ധങ്ങൾ ദൃഢമാക്കാൻ സഹായിക്കും. എന്നാൽ അത് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക. പ്രശ്നങ്ങൾ വച്ചുകൊണ്ടിരിക്കാതെ നല്ല രീതിയിൽ പരിഹരിക്കുക.
ആശയവിനിമയവും നല്ല പരിഹാര മാർഗങ്ങളും ബന്ധങ്ങളുടെ ആഴം കൂട്ടുന്നു. ഡി. ത്വരിത ബന്ധങ്ങൾ ഒഴിവാക്കുക. പെട്ടെന്നുണ്ടാകുന്ന എല്ലാ ബന്ധങ്ങളും നല്ലതാകണം എന്നില്ല. നല്ല രീതിയിൽ ആത്മബന്ധം വളരാൻ സമയം നൽകുക. 4. വിഷസൗഹൃദം, ടോക്സിക് റിലേഷൻസ് എങ്ങനെ തിരിച്ചറിയാം? അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? മനോവൈകല്യവും ആത്മവിശ്വാസ നഷ്ടവും പോലെയുള്ള പ്രശ്നങ്ങൾക്ക് വിഷബാധിതമായ സൗഹൃദങ്ങൾ കാരണമാകാം. അത് നമ്മൾ തിരിച്ചറിയണം. എ. തുടർച്ചയായി ഉണ്ടാകുന്ന നെഗറ്റീവ് സംസാരം. എപ്പോഴും നെഗറ്റീവായും വിമർശനപരമായും പെരുമാറുന്നവർ നമ്മുടെ ആത്മവിശ്വാസം കെടുത്തിക്കളയുവാൻ സാധ്യതയുണ്ട്. ബി. പരസ്പര ധാരണകൾ. ഒരാൾ മാത്രം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെങ്കിൽ അത് തുല്യബന്ധമല്ല. സി. വിശ്വാസത്തിൻ്റെ കുറവ്. തുടർച്ചയായ ചതിവുകളും പിന്മാറ്റങ്ങളും പിന്നിൽ നിന്നുള്ള ചർച്ചകളും എല്ലാം പരസ്പര വിശ്വാസത്തെ ബാധിക്കും. ഡി. സ്വയം സംശയവും ഉത്കണ്ഠയും. ബന്ധം തുടരുമ്പോൾ നിങ്ങളിൽ ആത്മവിശ്വാസം കുറഞ്ഞു പോകുന്നു എങ്കിലത് വിഷസൗഹൃദമായിരിക്കാം. ഇത്തരം സൗഹൃദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എ. കൃത്യമായ അതിർവരമ്പുകൾ സ്ഥാപിക്കുക. വ്യക്തമായി ഇതെനിക്കിഷ്ടമല്ല എന്നറിയിക്കുക. ബി. ധൈര്യത്തോടെ മാറി നിൽക്കുക. തുടർന്നു പോകേണ്ടതില്ലെന്ന് തോന്നുമ്പോൾ പതുക്കെ ഇടപെടലുകൾ കുറയ്ക്കുക. സി. മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കുകയും മറ്റു വ്യക്തികളിൽ പിന്തുണ തേടുകയും ചെയ്യുക. മനസ്സിന് സന്തോഷം നൽകുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുകയും പുതിയ സൗഹൃദങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുക. ഡി. പുതിയ നല്ല ബന്ധങ്ങളെ കണ്ടെത്തുക. ഗുണനിലവാരമുള്ള ആളുകളെ കണ്ടുമുട്ടാൻ അവസരങ്ങൾ ഉണ്ടാക്കുക. ബന്ധങ്ങൾ ഒരേപോലെ സന്തോഷത്തിൻ്റെയും വ്യാകുലതയുടെയും ഉറവിടമായേക്കാം. എന്നാൽ അതിനെ നല്ലതുപോലെ മനസ്സിലാക്കുമ്പോൾ ദോഷകരമായത് ഒഴിവാക്കാനും ഗുണകരമായത് നിലനിർത്താനും സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ഇവ ഉപയോഗപ്പെടുമാറാകട്ടെ. മാതൃകയാക്കാം മഹത് ജീവിതം. ജോൺ മക്കാർദർ, ജ്വലിച്ചു പ്രകാശിച്ച വിളക്ക്. ദൈവശാസ്ത്രജ്ഞനും ഗ്രന്ഥകാരനും പ്രഭാഷകനുമായിരുന്ന ജോൺ എഫ് മക്കാർദർ സുദീർഘമായ ക്രിസ്തീയ സേവനത്തിന് ശേഷം വിടവാങ്ങി. 86 വയസ്സായിരുന്നു. ഇക്കഴിഞ്ഞ ജൂലൈ 14 തൻ്റെ രക്ഷകന്റെ നിത്യസാന്നിധ്യത്തിലേക്ക് പ്രവേശിച്ചതോടെ അദ്ദേഹത്തിൻ്റെ വിശ്വാസയാത്ര പൂർണ്ണമായി ഭൗമിക ശുശ്രൂഷയ്ക്ക് അന്ത്യമായി. 2023 ആരംഭം മുതൽ അദ്ദേഹം ആരോഗ്യപരമായ ചില പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. ഭാര്യ പട്രീഷ്യ, മക്കളായ മാറ്റ്, മാസി, മാർക്ക്, മെലിൻഡ, അവരുടെ പങ്കാളികൾ, 15 കൊച്ചുമക്കൾ, 9 പേരക്കുട്ടികൾ എന്നിവർ അടങ്ങിയതായിരുന്നു കുടുംബം. 56 വർഷത്തിലേറെയായി കാലിഫോർണിയയിലെ സൺ വാലിയിലുള്ള ഗ്രേസ് കമ്മ്യൂണിറ്റി ചർച്ചിൽ പാസ്റ്റർ, ടീച്ചറായി ജോൺ സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗപീഠ ശുശ്രൂഷയുടെ പ്രധാന ആകർഷണം തിരുവെഴുത്തുകളുടെ ശ്രദ്ധാപൂർവമായ പഠനവും വാക്യപ്രതിവാക്യ വിശദീകരണവുമായിരുന്നു. പ്രസംഗപീഠത്തിലെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത ഒരു സമൃദ്ധമായ എഴുത്ത് ശുശ്രൂഷയ്ക്കും കാരണമായി. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു ജീസസ്, അവർ സഫിഷ്യൻസി ഇൻ ക്രൈസ്റ്റ്, അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ, സ്ലേവ്, 12 ഓർഡിനറി മെൻ, ദ ജീസസ് യു കാൺ ഇഗ്നോർ, ദ ട്രൂത്ത് വാർ, ദ വാണിഷിംഗ് കോൺഷ്യൻസ്, സ്ട്രേഞ്ച് ഫയർ, ദ വാർ ഓൺ ചിൽഡ്രൻ തുടങ്ങിയ പുസ്തകങ്ങൾ ജോണിൻ്റെ വാക്യപ്രതിവാക്യ ബൈബിൾ പഠിപ്പിക്കലിൻ്റെ ഉൽപ്പന്നങ്ങളായിരുന്നു. 2015 ദ മക്കാർദർ ന്യൂ ടെസ്റ്റമെന്റ് കമൻട്രി സീരീസ് പൂർത്തിയാക്കി. പുതിയ നിയമത്തിലെ ഓരോ വാക്യവും ഉൾക്കൊള്ളുന്ന 34 വാല്യങ്ങൾ. ജോണിൻ്റെ ശുശ്രൂഷയുടെ മൂലക്കല്ല് ദ മക്കാർദർ സ്റ്റഡി ബൈബിൾ ആണെന്ന് സംശയമില്ലാതെ പറയാം. 25,000-ഓളം പഠനക്കുറിപ്പുകളുടെ സഹായത്തോടെ തിരുവെഴുത്ത് എന്താണ് പറയുന്നതെന്നും അർത്ഥമാക്കുന്നതെന്നും നന്നായി മനസ്സിലാക്കാൻ ഈ സ്റ്റഡി ബൈബിൾ വായനക്കാരെ സഹായിക്കുന്നു. 1997 ആദ്യമായി പ്രസിദ്ധീകരിച്ച ഇത് ഇപ്പോൾ നിരവധി ഇംഗ്ലീഷ് വിവർത്തനങ്ങളിലും സ്പാനിഷ്, റഷ്യൻ, ജർമ്മൻ, ഫ്രഞ്ച്, പോർച്ചുഗീസ്, ഇറ്റാലിയൻ, അറബിക്, ചൈനീസ് ഭാഷകളിലും ലഭ്യമാണ്. ഗ്രേസ് ചർച്ചിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ആരംഭിച്ചത് സഭയിൽ നേരിട്ട് വരാൻ കഴിയാത്തവർക്ക് വേണ്ടിയായിരുന്നു. എങ്കിലും പിന്നീടത് ഗ്രേസ് ടു യു എന്ന പേരിൽ ഒരു റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുന്നതിന് കാരണമായി. ഗ്രേസ് ടു യു എന്ന റേഡിയോ ഇംഗ്ലീഷിലും സ്പാനിഷിലും
ലോകമെമ്പാടും പ്രക്ഷേപണം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പ്രസംഗ ലൈബ്രറി സൗജന്യ ഡൗൺലോഡിന് ലഭ്യമാണ്. ജോൺ ഗ്രേസ് ചർച്ചിൽ വന്നപ്പോൾ തനിക്ക് 2 കാര്യങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹം മൂപ്പന്മാരോട് പറഞ്ഞു. ദൈവവചനം പ്രസംഗിക്കുക, മറ്റുള്ളവരെ അങ്ങനെ ചെയ്യാൻ പരിശീലിപ്പിക്കുക. അതിനായി 1986 ഗ്രേസ് കമ്മ്യൂണിറ്റി ചർച്ചിൻ്റെ ക്യാമ്പസിൽ അദ്ദേഹം മാസ്റ്റേഴ്സ് സെമിനാരി സ്ഥാപിച്ചു. ഇത് മുഴുവൻ സമയ പാസ്റ്ററൽ മിഷണറി ജോലികൾക്കായി പുരുഷന്മാരെ പരിശീലിപ്പിക്കുന്നതിനായി സമർപ്പിച്ചിരുന്നു. ഇന്നുവരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുടനീളവും ലോകമെമ്പാടുമുള്ള 70ഓളം മറ്റ് രാജ്യങ്ങളിലുമായി 2000-ലധികം ഇവിടെ നിന്നും ബിരുദം നേടിയിട്ടുണ്ട്. അതുകൂടാതെ ദി മാസ്റ്റേഴ്സ് അക്കാഡമി ഇന്റർനാഷണൽ എന്ന പേരിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മിനിസ്ട്രി വ്യാപിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഇതെല്ലാം തന്നെ ജോൺ മക്കാർതറിൻ്റെ പ്രസംഗപീഠ ശുശ്രൂഷയുടെ നേരിട്ടുള്ള ഫലങ്ങളാണ്. അദ്ദേഹം പലപ്പോഴും പറഞ്ഞതുപോലെ അത് അദ്ദേഹത്തിന് സ്വന്തമായി വിഭാവനം ചെയ്യാനോ ആസൂത്രണം ചെയ്യാനോ കഴിയുമായിരുന്നതിനും അപ്പുറമായിരുന്നു. അദ്ദേഹം ശുശ്രൂഷയുടെ ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിൻ്റെ വിസ്താരം ദൈവത്തിന് വിട്ടുകൊടുത്തു. ജോൺ മക്കാർതറിൻ്റെ വിശ്വസ്തതയിലൂടെ ദൈവം പുറപ്പെടുവിച്ച സമൃദ്ധമായ വിളവ് സ്വർഗത്തിന് മാത്രമേ പൂർണ്ണമായി വെളിപ്പെടുത്തുവാൻ കഴിയൂ. ജോൺ ഇപ്പോൾ സ്വർഗം എന്ന മഹത്തായ യാഥാർത്ഥ്യം ആസ്വദിക്കുകയാണ്. എന്നാൽ വിശ്വാസത്തിലൂടെ മാത്രം അത് ആസ്വദിക്കുന്ന നമുക്ക് അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ നമ്മുടെ മനസ്സിനെ സ്വർഗീയ കാര്യങ്ങളിലേക്ക് തിരിക്കാനും പ്രത്യാശ മുറുകെ പിടിക്കാനും സഹായിക്കുന്നു. സമകാലിക ക്രിസ്തീയ ലോകത്ത് ഏറെ ശ്രദ്ധ നേടിയ പഠിപ്പിക്കലുകളായിരുന്നു തൻ്റേത്. മാനുഷികമായ അഭിപ്രായങ്ങളോ കണ്ടെത്തലുകളോ കൂട്ടിച്ചേർക്കാതെ ദൈവവചനത്തിൻ്റെ ശരിയായ അർത്ഥം വ്യാഖ്യാനിച്ചെടുക്കുന്ന വാക്യപ്രതിവാക്യ പഠന രീതി, എക്സ്പോസിറ്ററി ബൈബിൾ ടീച്ചിങ് അവലംബിച്ചിരുന്ന അദ്ദേഹം ക്രമീകൃതമായി ദൈവവചനം പഠിപ്പിച്ചിരുന്നു. ക്രിസ്തീയ വിശ്വാസി, ശുശ്രൂഷകൻ എന്നീ നിലകളിൽ സഭയിലും സമൂഹത്തിലും താൻ പുലർത്തിയിരുന്ന നിലപാടുകൾ ശക്തവും വ്യത്യസ്തവുമായിരുന്നു. അമേരിക്കയുടെ സാമൂഹ്യ തിന്മകൾക്കും അപജയങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാടുകളാണ് താൻ സ്വീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ക്രിസ്തീയ വിശ്വാസം ഒരു പാരമ്പര്യ മതവിശ്വാസം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ ജീവനുള്ള വിശ്വാസം എത്രത്തോളം യാഥാർത്ഥ്യവും പ്രായോഗികവുമാണെന്ന് അദ്ദേഹം ഊന്നി പഠിപ്പിച്ചു. വചനവിരുദ്ധമായ ഉപദേശങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എതിർക്കാതിരിക്കുന്നത് പാപമാണെന്ന് പഠിപ്പിച്ചതോടൊപ്പം സ്വവർഗാനുരാഗം, സ്വവർഗ വിവാഹം, ഭ്രൂണഹത്യ തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെ വചനപ്രകാരമുള്ള ശക്തമായ നിലപാടുകൾ പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ പേരിലുള്ള അന്യഭാഷാ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ആത്മീയ വ്യാപാരത്തെ ശക്തിയുക്തം എതിർത്തു. വ്യാജ സുവിശേഷങ്ങളിൽ തുറന്നു കാട്ടുകയും ശരിയായ സുവിശേഷ സന്ദേശത്തെ സംരക്ഷിക്കുകയും ചെയ്യുവാൻ ശ്രദ്ധാലുവായിരുന്നു. ബൈബിളിനെ ബൈബിൾ ഉപയോഗിച്ച് തന്നെ വ്യാഖ്യാനിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്നതായിരുന്നു തൻ്റെ രീതി. ബൈബിളിൻ്റെ ആധികാരികതയും ദൈവീകതയും ഒട്ടും തന്നെ കുറച്ചു കാണാതെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുള്ള സമീപനം, ശ്രോതാക്കളോട് നേരിട്ട് സംവദിക്കുന്ന നിലയിലുള്ള ആത്മീയമായ ഉൾക്കാഴ്ച വർദ്ധിപ്പിക്കുന്നതും സമർപ്പണത്തിലേക്ക് നയിക്കുന്നതുമായ സന്ദേശങ്ങൾ, ഏതു വിഷയത്തിനും ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള മറുപടികൾ, പ്രസന്നവും അനായാസവുമായ അവതരണം, ദൈവവചനം മാത്രം കേന്ദ്രീകരിച്ച് സ്ഥിരതയും ഒരുക്കവും ഉത്സാഹവുമുള്ള പഠനങ്ങൾ, അങ്ങനെ നിരവധി സവിശേഷതകൾ ഉണ്ടായിരുന്ന നീണ്ട 56 വർഷങ്ങൾ ശുശ്രൂഷാ രംഗത്ത് നിറഞ്ഞു നിന്ന് ജ്വലിച്ചു പ്രകാശിച്ച ഒരു വിളക്കായിരുന്നു കർത്തൃദാസൻ ജോൺ മക്കാർതർ. മനുഷ്യരെ ഭയപ്പെടാതെ, മുഖം നോക്കാതെ സത്യം സംസാരിച്ച യോഹന്നാൻ സ്നാപകനെ പോലെയും പ്രയോജനമുള്ളതൊന്നും മറച്ചുവെക്കാതെ അനുവാചകർക്ക് അറിയിച്ചു കൊടുത്ത പൗലോസിനെ പോലെയും ആഗോള ക്രിസ്തീയ സഭയ്ക്ക് അനുഗ്രഹവും മാതൃകയുമായി നല്ലവനും വിശ്വസ്തനുമെന്ന വിളിക്ക് കാത്തുകൊണ്ട് നിത്യതയിൽ വിശ്രമിക്കുന്ന പ്രിയ ദേവദാസന്റെ ജീവിതം വായനക്കാർക്ക് ഒരാവേശവും പ്രചോദനവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുഴവറ്റും കാലം. രചന മേരി എസ് ജോർജ്. പുറത്ത് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര ദിവസമായി ഈ മഴ തുടങ്ങിയിട്ട്? ചേരിയിലെ മിക്ക വീടുകളും വെള്ളത്തിനടിയിലാണ്. ഷീറ്റിനടിയിലെ അരണ്ട വെളിച്ചത്തിൽ മുത്തു പുറത്തേക്ക് നോക്കിക്കിടന്നു.
അപ്പോൾ ശക്തമായ ഒരു കാറ്റിൽ ഷെഡിന്റെ ഒരു വശത്തെ ഷീറ്റ് ഇളകിയാടി. അവൻ ചാടി എണീറ്റ് നോക്കിയപ്പോൾ അമ്മ കിടക്കുന്ന കട്ടിലിനടുത്തേക്ക് വെള്ളം വീശിയടിക്കുന്നു. അവൻ വെളിയിലിറങ്ങി മഴ നനഞ്ഞുകൊണ്ട് ഷീറ്റെല്ലാം നന്നായി കെട്ടി ഉറപ്പിച്ചു. ഇനി പേടിക്കാനില്ല. നനഞ്ഞ തുണിയെല്ലാം മാറ്റി അവൻ കിടന്നു. അമ്മ നല്ല ഉറക്കമാണ്. പാവം, ഈയിടെയായി അമ്മയ്ക്ക് വല്ലാത്ത ക്ഷീണമാണ്. അനിയത്തി അമ്മയെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു. അവൻ തന്റെ കുട്ടിക്കാലം ഓർത്തെടുത്തു. തമിഴ്നാട്ടിൽ നിന്നും കൈക്കുഞ്ഞായ തന്നെയും കൊണ്ട് അച്ഛനും അമ്മയും ഇവിടെ വന്നതാണ്. അച്ഛൻ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. അമ്മ അടുത്ത വീടുകളിൽ ജോലിക്ക് പോകും. 2 അനുജത്തിമാരെയും ദൈവം തന്നു. ഒരു ചെറിയ വാടക വീട്ടിൽ സന്തോഷമായി കഴിഞ്ഞിരുന്ന കാലം. പെട്ടെന്ന് ഒരു ദിവസം പനി വന്ന് കുഞ്ഞനുജത്തി തളർന്നു വീണു. പിന്നീട് അവൾ എഴുന്നേറ്റിട്ടില്ല. അച്ഛൻ മിച്ചം പിടിച്ച സമ്പാദ്യം മുഴുവനും അവളുടെ ചികിത്സയ്ക്ക് ചെലവഴിച്ചു. എന്നാൽ തന്റെ പൊന്നനുജത്തി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. മുത്തുവിന്റെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീർ ഉതിർന്നു വീണു. ആ സങ്കടക്കയത്തിൽ നിന്നും കയറുന്നതിന് മുമ്പേ ഒരു നാൾ അച്ഛൻ പണിക്കിടയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണു ഞങ്ങളെ 3 പേരെയും തനിച്ചാക്കി കടന്നുപോയി. നൊമ്പരമെല്ലാം ഉള്ളിൽ ഒതുക്കി അമ്മ ഞങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ചു. വാടക മുടങ്ങിയത് കാരണം ഉടമസ്ഥൻ അവിടെ നിന്നും ഇറക്കി വിട്ടു. അച്ഛന്റെ പരിചയത്തിലുള്ള ഒരു ചേട്ടൻ തന്റെ ചേരിയിൽ ഒരു ഷെഡ് ഞങ്ങൾക്ക് താമസിക്കാൻ തരപ്പെടുത്തി തന്നു. ഇപ്പോൾ അമ്മയ്ക്ക് പഴയതുപോലെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല. ഇനി അമ്മയെ കഷ്ടപ്പെടുവാൻ ഞാൻ അനുവദിക്കില്ല. അമ്മയെയും അനിയത്തെയും സംരക്ഷിക്കേണ്ടത് തന്റെ ചുമതലയാണ്. അവൻ മനസ്സിൽ നിശ്ചയിച്ചുറപ്പിച്ചു. അവൻ തിരിഞ്ഞു കിടന്നു. തണുത്ത കാറ്റ് മുഖത്തടിച്ചു. അവൻ മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. നേരെ പുലർന്നു. മഴയ്ക്ക് അല്പം ശാന്തത വന്നു. മാനം തെളിഞ്ഞു എങ്കിലും കാർമേഘ കൂട്ടങ്ങൾ സൂര്യനെ മറച്ചു കയറുന്നുണ്ട്. അമ്മ ഇന്ന് ജോലിക്ക് പോണ്ട, നല്ല ക്ഷീണമുണ്ട്, കിടന്നോളൂ. ഇത് പറഞ്ഞിട്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി. അവൻ നേരെ പോയത് തോമസ് മുതലാളിയുടെ ബംഗ്ലാവിലേക്കായിരുന്നു. കോലായിൽ മുതലാളി ചാരുകസേരയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. മുതലാളി, അവൻ പതിയെ വിളിച്ചു. എന്താ? പേപ്പറിൽ നിന്നും കണ്ണുയർത്താതെ മുതലാളി മുരണ്ടു. എനിക്ക് മുതലാളി പേപ്പർ മടക്കി മടിയിൽ വെച്ചിട്ട് മുത്തുവിനെ സൂക്ഷിച്ചു നോക്കി. നീ ആ മണിയുടെ മോനല്ലേ? എന്താ നിനക്ക് വേണ്ടത്? എനിക്കിവിടെ ഒരു ജോലി തരുമോ? എന്തു ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യാം, മുത്തു വളരെ ഭവ്യതയോടെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ആവശ്യത്തിലധികം ജോലിക്കാരുണ്ട്. പിന്നെ നിന്നെയൊക്കെ വിശ്വസിച്ച് ജോലിക്ക് നിർത്തുവാൻ പറ്റുമോ? പൊയ്ക്കോ ഇവിടുന്ന്. പണത്തിന്റെ പട്ടുമത്തിൽ വിശ്രമിക്കുന്ന മുതലാളിക്ക് കണ്ണുനീരിന്റെ രുചി അറിയാമോ? മുത്തു ഇച്ഛാഭംഗത്തോടെ അവിടെ നിന്നും ഇറങ്ങി നടന്നു. ഇനി എന്തു ചെയ്യും? പെട്ടെന്ന് അവന്റെ മനസ്സിൽ അച്ഛൻ ജോലി ചെയ്തിരുന്ന കെട്ടിടത്തിന്റെ കോൺട്രാക്ടറുടെ മുഖം തെളിഞ്ഞു വന്നു. അവൻ വളരെ പാടുപെട്ട് അദ്ദേഹത്തിന്റെ വീട് കണ്ടുപിടിച്ചു. അദ്ദേഹം ജോലിസ്ഥലത്തേക്ക് പുറപ്പെടുവാൻ ഇറങ്ങുകയായിരുന്നു. അവൻ അടുത്തു ചെന്നു. ആരാ നീ? എന്താ വേണ്ടത്? അദ്ദേഹം അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ മരിച്ചുപോയ മണിയുടെ മോനാണ്. എനിക്കിവിടെ ഒരു ജോലി തരുമോ? നിനക്ക് എത്ര വയസ്സായി? 15. മുത്തു പറഞ്ഞു. അത് ശരിയാവില്ല. ഇനി ബാലവേല ചെയ്യിച്ചു എന്ന് പറഞ്ഞ് എന്റെ ജോലി കൂടെ കളയാനാ? പോടാ, പോ. ഒരു ജോലിക്കാരൻ വന്നിരിക്കുന്നു. അയാൾ അവനെ ആട്ടിപ്പായിച്ചു. മുത്തുവിന് എന്തെന്നില്ലാത്ത സങ്കടം വന്നു. എന്താണ് ഞങ്ങൾക്ക് ഇത്രയേറെ പ്രശ്നങ്ങൾ? എങ്ങനെ ഇതിൽ നിന്നൊരു മോചനം ലഭിക്കും? ചെറുപ്പം മുതലേ ഓരോരോ കഷ്ടങ്ങൾ. ഇതെല്ലാം എന്നാണ് തീരുന്നത്? അവൻ പാതയോരത്തുള്ള ഒരു മരച്ചോട്ടിലിരുന്നു. വിശപ്പും ക്ഷീണവും മൂലം അറിയാതെ മയങ്ങിപ്പോയി. മുത്തു വിളി കേട്ട് അവൻ ഞെട്ടി ഉണർന്നു. സാർ! അവൻ ചാടി എണീറ്റു. നീ എന്താ സ്കൂളിൽ വരാത്തത്? പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. നിന്നെപ്പോലെ മിടുക്കനായ കുട്ടി ക്ലാസ്സിൽ വരാതിരുന്നാൽ അത് നിന്റെ ഭാവിയെ ബാധിക്കില്ലേ? അത് സാർ. അല്പനേരം മിണ്ടാതെ നിന്ന് അവൻ തന്റെ കഥ മുഴുവനും സാറിനോട് പറഞ്ഞു. ശരി, നീ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. ശരി, നിസ്സംഗതയോടെ അവൻ പറഞ്ഞു. അവർ ഇരുവരും ഒരു മൈതാനത്തിന്റെ അടുത്തുള്ള പുഴക്കരയിലേക്കാണ് പോയത്. സാർ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മുത്തു സാറിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നമുക്ക് ഈ പുഴ കടന്ന് അക്കരെ പോകണം എന്ന് പറഞ്ഞു സാർ അവിടെ ഇരുന്നു. അതിനെന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? മുത്തുവിന് സംശയമായി. സാർ തുടർന്നു. ഈ പുഴയിലെ വെള്ളം വറ്റിയിട്ട് വേണം അക്കരെ കടക്കുവാൻ. മുത്തു നിന്ന് ചിരിച്ചു. അത് കൊള്ളാം. ഇത് നല്ല ഒഴുക്കുള്ള പുഴയാണ്.
മാത്രമല്ല കര കവിഞ്ഞൊഴുകുന്നുമുണ്ട്. ഈ പുഴ വറ്റുന്ന കാലം ഉണ്ടാകുമോ? ഇനി വറ്റിയാൽ തന്നെ അതിന് ഒത്തിരി കാലതാമസം ഉണ്ടാവില്ലേ? ശരിയാണ് നീ പറഞ്ഞത്. സാർ അവനെ തന്റെ അടുത്ത് പിടിച്ചിരുത്തി. ജീവിതത്തിലെ പ്രശ്നങ്ങളും അങ്ങനെയാണ്. പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് ജീവിക്കാമെന്ന് പറയുന്നത് മഠയത്തരമാണ്. ജീവിതത്തിൽ വേർപാടുകൾ, പട്ടിണി, ദാരിദ്ര്യം ഇതെല്ലാം വന്നുകൊണ്ടേയിരിക്കും. അതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറുമ്പോഴാണ് ജീവിതം ധന്യമായി തീരുന്നത്. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല. അതിനെ നേരിടുവാൻ നമ്മൾ അവലംബിക്കുന്ന വഴികളാണ് പ്രാധാന്യം. ഇനി പ്രശ്നങ്ങളെ മറികടക്കാൻ ചില തെറ്റായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കും. അതായത് ആത്മഹത്യ, ലഹരി മരുന്നുകളുടെ ഉപയോഗങ്ങൾ, അങ്ങനെ പലതും. എന്നാൽ ഇതെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനേക്കാൾ അത് സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഉൾപ്പെടെ ഇപ്രകാരം കെണിയിൽ ചെന്ന് വീഴാറുണ്ട്. സാർ പറഞ്ഞു നിർത്തി. നിന്റെ ഇപ്പോഴുള്ള അവസ്ഥ എനിക്ക് മനസ്സിലായി. എന്റെ അടുത്ത ഒരു സുഹൃത്തിന്റെ വർക്ക്ഷോപ്പിൽ നിനക്ക് ഞാനൊരു ജോലി ശരിയാക്കി തരാം. പരീക്ഷ കഴിഞ്ഞ് നിനക്ക് അവിടെ ജോലി ചെയ്യാം. ആ വരുമാനം കൊണ്ട് അമ്മയെയും അനുജത്തെയും നിനക്ക് പോറ്റാം. എന്നാൽ പഠിത്തം ഉപേക്ഷിക്കരുത്. സർ, വളരെ നന്ദിയുണ്ട്. മുത്തു 2 കൈയും കൂപ്പി സാറിന്റെ മുമ്പിൽ തല ഉണിച്ചു നിന്നു. സന്തോഷം കൊണ്ട് അവന്റെ മുഖം വികസിച്ചു. കാർമേഘം പറന്നകന്ന് തെളിവാനം പ്രത്യക്ഷമായി. അവർ അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു. മുത്തു തിരിഞ്ഞ് പുഴയിലേക്ക് നോക്കി. അപ്പോഴും ആർത്തലച്ച് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഗുണപാഠം: പുഴ വറ്റിയിട്ട് അക്കരെ കടക്കാൻ കഴിയുമോ? ഇല്ല. ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറണം. പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നാം ദൈവമുഖത്തേക്ക് നോക്കുക. അപ്പോൾ പ്രശ്നങ്ങൾ അനുഗ്രഹങ്ങളായി രൂപപ്പെടും. കഥയിലെ കാര്യം, വിശ്വാസം, അതല്ലേ എല്ലാം. എഴുതിയത് ടൈനി പ്രിൻസ്. അറിഞ്ഞോ, യോർദാൻ നദി 2ആയി പിരിഞ്ഞെന്ന്? വെള്ളം വറ്റിപ്പോയത്രേ. ആര് പറഞ്ഞു? ചുമ്മാ ആരോന്നാണ് പറയുന്നത്. അല്ലടാ, നീ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത് സത്യമാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നേര്. എടാ, അതെങ്ങനെ നടക്കും? യോർദാൻ നദി കര കവിഞ്ഞൊഴുകുന്ന സമയമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കൂടി പോയി കണ്ടതല്ലേ? 3 അടുത്തുകൂടി. അതെന്നേ, എനിക്കും അതാ തോന്നുന്നേ. അല്ല, നീ പറയുന്നത് സത്യമാണെങ്കിൽ ആ കഥയൊന്ന് കേൾക്കട്ടെ. 2 ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞു. നീ ചിരിച്ചോ? പക്ഷെ സംഭവം സത്യം. ഇസ്രായേൽ മക്കളുടെ ദൈവം അവർ നദി മുറിച്ചു കടന്ന് കനാൻ നാട്ടിലേക്ക് കയറാൻ വേണ്ടി നദിയുടെ ഒഴുക്ക് തടഞ്ഞു, വെള്ളം വറ്റിച്ചു. അവർ എല്ലാവരും സുഖമായി ഇക്കരയ്ക്ക് കയറി വന്നിട്ടുണ്ട്. 1 ഉറച്ച ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. ഇസ്രായേൽ മക്കളെന്ന് കേട്ടതും ആ മുറിയിലുണ്ടായിരുന്നവർ നിശബ്ദരായി. അവർ കനാൻ നാട്ടിൽ കയറുവാൻ വേണ്ടി അവരുടെ ദൈവം നദിയുടെ ഒഴുക്ക് തടഞ്ഞ് അവരെ സഹായിച്ചെന്ന് കേട്ടപ്പോൾ അവർ കണ്ണിൽ നോക്കി അന്താളിച്ച് വാ പൊളിച്ചുപോയി. എന്താ, എല്ലാവരുടെയും നാവിറങ്ങിപ്പോയോ? ആർക്കും ഒന്നും പറയാനില്ലേ? 1 വിജയഭാവത്തിൽ ചോദിച്ചു. ഈ ഇസ്രായേൽ മക്കളെ കൊണ്ട് തോറ്റല്ലോ ആശാനേ, ഞാൻ അത് ഓർക്കുമായിരുന്നു. വേറൊരാൾ തെല്ല് ആശങ്കയോടെ പറഞ്ഞു. അതേന്നേ, അവരുടെ ദൈവം അവർക്ക് എല്ലാ സഹായത്തിനും കൂടെ ഉണ്ട്. അവരുടെ നേതാവ് യോശുവയും നല്ല പരാക്രമശാലിയാണെന്നാ കേട്ടത്. അല്ല, അവരെന്തിനാ കനാൻ നാട്ടിലേക്ക് വരുന്നേ? അവിടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു ബാലന്റെ ചോദ്യം. ഇവിടെ വന്ന് നമ്മളെയൊക്കെ തോൽപ്പിച്ച് ഇവിടെ താമസിക്കാൻ, 2 ദേഷ്യത്തോടെ പറഞ്ഞു. നീ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നും ഇല്ലട മോനെ. അവരുടെ ദൈവം അവരെ ഇതുവരെ കൊണ്ടുവന്ന കാര്യങ്ങൾ നീയും കേട്ടിട്ടുള്ളതല്ലേ. ഈ നാട് അവർക്ക് കൊടുക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അത് ചെയ്തിരിക്കും. ഒരു സ്ത്രീ ശബ്ദം മുഴങ്ങി. നീയും ഇസ്രായേൽ മക്കളുടെ കൂടെയാണോ? 3 സംശയം. ഞാൻ അവരെ പിന്തുണച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ? പക്ഷേ കഴിഞ്ഞ കുറെ കാലം കൊണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. സീഹോനും ഓഗും വലിയ മല്ലന്മാരായ രാജാക്കന്മാരല്ലായിരുന്നോ? എന്നിട്ട് എന്തായി? ഇസ്രായേൽ മക്കൾ അവരെ കൊന്നു മൂടിച്ച് അവരുടെ നാട് അവർ സ്വന്തമാക്കിയില്ലേ. പിന്നെ ചെങ്കടല് പിളർന്ന് അവരെ കൊണ്ടുവന്ന ദൈവത്തിനാണോ നിസാര യോർദാൻ നദി? ഭയങ്കരം തന്നെ. ഇതേപോലൊരു ദൈവത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുക ചേച്ചി. അവര് നമ്മുടെ എരീഹോ പട്ടണം പിടിക്കുവോ? നമ്മളെയൊക്കെ കൊല്ലുവോ? ബാലന് സംശയങ്ങൾ തീരുന്നില്ല.
ഏയ്, അതൊന്നും നടക്കുന്ന കാര്യമല്ല മോനെ. നമ്മുടെ ഈ വലിയ മതിലുള്ളിടത്തോളം കാലം ഒരു ശത്രുക്കൾക്ക് നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. നീ പേടിക്കാതെ. രണ്ടാമൻ അവനെ ആശ്വസിപ്പിച്ചു. നീ ഇവിടെ മതിലും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? ഇസ്രായേലിന്റെ ദൈവത്തിന് അതൊക്കെ നിസാരം. ഒന്നാമൻ പറഞ്ഞു. സത്യം പറഞ്ഞ എനിക്ക് പേടിയുണ്ട്. മൂന്നാമൻ തന്റെ ഭയം മറച്ചു വെച്ചില്ല. എനിക്കും 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 മറ്റു 3 പേർ കൂടി അയാളുടെ അഭിപ്രായത്തോട് യോജിച്ചു. പേടിക്കാരെല്ലാം കൂടെ എന്നെ കൂടെ പേടിപ്പിക്കല്ലേ. ഞാൻ പോണു, പിന്നെ വരാം. അതും പറഞ്ഞ് രണ്ടാമൻ ഇറങ്ങി. അതെ, എല്ലാരും പോയിക്കോ, സന്ധ്യയാകാറായി. അവിടെ കൂടിയിരുന്നവർ ഓരോരുത്തരായി അടുത്തു വരുന്ന ഏതോ ഒരു അപകട ഭയം ഉള്ളിലൊതുക്കി യാത്ര പറഞ്ഞിറങ്ങി. വീട്ടുകാരി വാതിലടച്ചു. നേരെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ വാതിലിൽ മുട്ടുന്നു. ഏതെങ്കിലും പതിവുകാരായിരിക്കും. പിറുപിറുത്തുകൊണ്ട് വീട്ടുകാരി വാതിൽ തുറന്നു. മുമ്പിൽ നിൽക്കുന്നത് 2 ചെറുപ്പക്കാർ. ഈ നാട്ടുകാരല്ല, തീർച്ച. അയ്യോ, ഇത് ഇസ്രായേലിയർ! അവൾ അവരെ വേഗത്തിൽ വീട്ടിനകത്ത് കയറ്റി വാതിൽ കുറ്റിയിട്ടു. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞങ്ങൾ ദേശം ഉറ്റുനോക്കുവാൻ വന്നവർ. ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. അവൾ അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്തു. നിങ്ങളെ കണ്ടാൽ ഇവിടുത്തുകാർ കൊല്ലും, അതുകൊണ്ട് ഒളിച്ചിരിക്കെ എന്ന് പറഞ്ഞ് അവൾ അവരെ ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചിരുത്തി. കതകിൽ വീണ്ടും മുട്ട്. അവളുടെ വയറ്റിനടിയിൽ നിന്നൊരാളൻ. ഹൃദയമിടിപ്പിന് വേഗത കൂടി. ഇസ്രായേലിന്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. അവൾ പ്രാർത്ഥനയോടെ വാതില് തുറന്നു. 2 പടയാളികളാണ്. ഇവിടെ ഇന്ന് നിന്റെ വീട്ടിൽ വന്ന ഇസ്രായേലിയർ എവിടെ? നിങ്ങൾ അതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കാൻ തോന്നിയെങ്കിലും അവൾ ധൈര്യം സംഭരിച്ചു പറഞ്ഞു. അവർ വന്നിരുന്നു, പക്ഷെ പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് പോയല്ല. പെട്ടെന്ന് ചെന്ന് അവരെ പിടിക്കാൻ പറ്റും. അത് വിശ്വസിച്ച് ആ പട്ടാളക്കാർ പോയി. അവൾ ഓടി താൻ ഒളിവിൽ പാർപ്പിച്ചവരുടെ അടുത്തെത്തി. അതെ, ഇവിടെയുള്ളവർ ആകെ പേടിച്ച് ഭയന്നിരിക്കുക. നിങ്ങളുടെ ദൈവം പോലൊരു ദൈവമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ രക്ഷിച്ചത്. നിങ്ങൾ ഈ പട്ടണം പിടിക്കും, അപ്പോ എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണം. അവൾക്ക് രക്ഷിക്കാം എന്ന വാക്ക് കൊടുത്തിട്ട് അവർ ആരുടെയും കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടു. ഏതാനും ചില ദിവസങ്ങൾക്ക് ശേഷം അവളുടെ അപ്പൻ അവളോട്, മോളെ, നിന്റെ ധൈര്യവും ബുദ്ധിയും വിശ്വാസവും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മാത്രം രക്ഷപ്പെട്ട് ഇസ്രായേൽ മക്കളുടെ കൂടെ സുരക്ഷിതരായിരിക്കുന്നു. ഒത്തിരി നന്ദിയുണ്ട് മോളെ. കേട്ടു നിന്നവർ അത് കേട്ട് കൈയടിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവനെ, എന്നെ രക്ഷിച്ചതിനും മാനിച്ചതിനും നന്ദി. അവൾ നിറകണ്ണുകളോടെ കൈകൂപ്പിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. വിശ്വാസം കേൾവിയായി വരുന്നു. The love that crushed darkness. Let there be light, the Almighty said, and so it was. All darkness fled. With sin came grudges, shame and death. Darkness spread like fire on earth. The love of God couldn't stop the sun in the glorious heavenly realm. Emmanuel came, he healed and preached. Countless hardened hearts he reached. My shame was gone, I was gently clothed, but he was beaten, crushed and stripped. The Son of God, who knew no sin, was mocked and flung by sinful men. On the Savior's face they spat. The whip's sharp lashes ripped up his back. Crown of thorns pierced the holy head. Gushed out of the body sweat and blood. The one who balanced planets on axes struggled to carry the sin-stricken cross. The Prince of Peace, whom angels praised, was hung by nails upon the cross. Forsaken by God, despised by men, in love he cried, Father, forgive them. The rocks split off, the earth shook hard. It is finished, uttered the word.